Good morning everyone. Welcome back to my YouTube channel. It's a day in my life but not a full day because 12 മണി ആവാണ്ടായപ്പോഴാണ് ഞാൻ ബെഡിൽ എണീറ്റത്. ഒറ്റ സൺഡേ ആണ് നമുക്ക് ലീവ് കിട്ടുള്ളൂ, അതായത് വീക്കിൽ ഒരു സൺഡേ അല്ല, വീക്കിൽ ഒരു സൺഡേ ഉള്ളൂ, അതല്ല കംപ്ലീറ്റ് വീക്കിൽ നമുക്ക് ഒറ്റ ഒരു ദിവസം മാത്രമല്ലേ ഓഫുള്ളൂ. അന്ന് ഫുൾ കിടന്നുള്ളൂ. സോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പോർഷൻ മാത്രമേ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. എണീറ്റ് ബെഡിൻ്റെ കോലാണ് കാണുന്നത്. നമുക്ക് ഫസ്റ്റ് ബെഡ് മേക്ക് ചെയ്യാം. യെസ്, ബെഡൊക്കെ മേക്ക് ചെയ്തു. ഒരു തേങ്ങയും ചെയ്യാനില്ലാത്ത ദിവസമാണ്. നമുക്ക് എങ്ങനെ ഒരു ദിവസത്തെ ഒന്നും ചെയ്യാണ്ടിരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റൂമിൻ്റെ അടുത്തുനിന്ന് പുറത്തേക്ക് ഒരു ഡോറുണ്ട്, അത് ബാൽക്കണി എന്ന് പറയാം. യെസ്, ബാൽക്കണിയിലോട്ടാണ് എൻ്റെ റൂമിൽ നിന്നുള്ള ഓപ്പണിങ് പോകുന്നത്. ഇവിടെ എന്താ വെയിലിപ്പോൾ തണുപ്പ് വിൻ്റർ സീസൺ ആയതുകൊണ്ട് വെയിലൊന്നും അധികം ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നെങ്ങനെയോ കുറച്ച് വെയിലുണ്ട്. ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. വി വാഷ് ഫേസ്. Now it's time for toner. ഇവിടുത്തെ ഓവർ ലൈറ്റ് ഫേസിൽ വരുന്നു. സി, മുഖത്തേക്ക് നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. ടോണറാണ് കേട്ടോ, അല്ലാണ്ട് വെള്ളമായിട്ട് തുടയ്ക്കാനായിട്ടല്ല. സോ കുറച്ച് സമയം എടുത്ത് അതൊന്ന് ഡ്രൈ ആയിക്കോളും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസ് ചെയ്യും. ഇനി അങ്ങോട്ടുള്ള ഹാഫ് ഡേ വളരെ ചെറിയ വ്ലോഗാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എണീറ്റിട്ട് നമ്മൾ റൊട്ടി ഉണ്ടാക്കി. അപ്പം എന്നോട് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. സോ പുവർ മെമ്മറി. ഓക്കെ, പീനട്ട് ബട്ടറും റൊട്ടിയും കൂടെ കഴിച്ചു. ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അത് തന്നെ കഴിക്കും. ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ വ്ലോഗ് അമ്മ കാണണം. അതായത് തിരിച്ച് വീട്ടിൽ വന്നാലും പണിയെടുക്കണം. സൺഡേയും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഐ ഹാവ് ടു പ്രിപ്പയർ. ഒക്കെ നമ്മളെ ബുക്സ്. വാട്ട്സ് ഇൻ മൈ ബാഗ് നമുക്ക് വേറെ ചെയ്യാം. വാട്ട്സ് ഇൻ മൈ ബാഗ്. എന്ന് നിന്നാലും പിന്നെ ക്രേവിങ്സ് വരുന്നതാണ്. നിങ്ങളെങ്കിൽ യു ഷുഡ് കീപ് ദിസ്. എനിക്കറിയില്ല എത്ര പേർക്ക് പീനട്ട്സ് ഇഷ്ടമാണ്. എൻ്റെ ഫ്ലാറ്റ്മേറ്റ്സ് റൂംമേറ്റ് ഒക്കെ എനിക്ക് പോലും പീനട്ട്സ് ഇഷ്ടമല്ല. ബട്ട് ഐ ലവ് പീനട്ട്സ്. പീനട്ട് ബട്ടർ ഇഷ്ടമാണ്, പീനട്ട്സ് ഇഷ്ടമാണ്, വെറുതെ തിന്നാൻ ഇഷ്ടമാണ്. സോ ഐ ലവ് ഇറ്റ്. വാരണാസി കമാൽപൂരിലുള്ള ആരെങ്കിലും ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ലാംഗ്വേജ് മനസ്സിലാവില്ല. സ്റ്റിൽ കറണ്ട് ഇല്ല സർ, കറണ്ട് ഇല്ല. നോട്ട് ദാറ്റ് പോയിന്റ്. കിച്ചണിൽ നിന്ന് വ്ലോഗ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനത് കാണിക്കില്ല, കാരണം കംപ്ലീറ്റ് ഡിസ്റ്റോർട്ടഡ് ആണ്. യു നോ ഇറ്റ്. യെസ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗേൾസ് ഉണ്ടെങ്കിൽ they can very well understand my situation. റീസെൻ്റ്ലി വളരെ ഹൈപ്പ് കിട്ടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടോ. ഫോക്സ് ടെയിലിൻ്റെ ഫേസ് മാസ്ക്, ഒരു പർപ്പിൾ കളറിൽ ഇങ്ങനെ ഇടുന്നൊരു മാസ്ക് കണ്ടിട്ടില്ല. അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ബേസിക്കലി ഐ ലവ് ഇറ്റ്. വലിയ എഫക്റ്റ് തോന്നിയിട്ടില്ല, കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് അപ്ലൈ. ഇങ്ങനെ വെറുതെ അങ്ങനെ വാരി തേക്കാൻ പറ്റുന്നില്ല, മുടിയൊക്കെ കെട്ടൊക്കെ വേണം. അപ്പം ഞാൻ മുടി കെട്ടിയിട്ട് തരാം. യെസ്, ഐ നോ വാട്ട് ആർ യു തിങ്കിങ്, ബട്ട് ഐ ഡോണ്ട് കെയർ. ശരിക്കും ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലീൻ ആൻഡ് ഡ്രൈ സ്കിന്നിലാണ് യൂസ് ചെയ്യേണ്ടത് ശരിക്കും. ഞാൻ നേരത്തെ മോയ്സ്ചറൈസർ ഇടുമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പം എൻ്റെ ഫേസ് ക്ലീനാണ്. ഇതിൻ്റെ ഓപ്പണിങ് തന്നെ വി കെൻ സീ. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇത് കൂടെ കിട്ടും കേട്ടോ എന്നോട്. ദിസ് കളർ ഇത് കുറച്ച് കോമഡി ആയിരിക്കും കാണാൻ, പക്ഷേ ഒരു തവണ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒറ്റ തവണ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു തവണ ഇത് യൂസ് ചെയ്തുള്ളൂ. തിക്ക് ലെയർ ഇടാനൊക്കെ പറഞ്ഞത്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് തിക്ക് ലെയർ. ഈ കളറിനോട് ഒബ്സഷനുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ബട്ട് ഫേസിൽ ഒരു സാധനം ഈ കളറിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കും വാങ്ങിച്ചവർക്കും ഈ സാധനം ആഡിലൊന്നും കണ്ടിട്ടില്ലാത്തവർക്കും ഞാൻ ഈ ക്ലിപ്പ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മിറർ നോക്കാണ്ട്
ക്യാമറ നോക്കി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ പണിയൊന്നുമല്ലോ. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ മിറർ നോക്കിയിട്ട് ക്യാമറ നോക്കിയിട്ട് ചെയ്യുന്നത് സമ്മതിക്കണമല്ലോ. ഇത് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ ഫേസ് കെയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് തേങ്ങ ചെയ്താലും അതിൽ നമ്മൾ കൈ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു അപ്ലിക്കേറ്റർ വാങ്ങിയിട്ട് നിങ്ങളുടെ അടുത്ത് വെക്കാം. അതിനിടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റെറൈൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. റിസൾട്ട് ഞാൻ കാണിച്ചു തരാം, ഓക്കെ നിങ്ങൾക്ക്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സാധനം ഉപയോഗിച്ചാലും അതിനെ വാഷ് ചെയ്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് തിരിച്ച് വെക്കാം. എൻ്റെ ഫ്ലാറ്റ്മേറ്റ് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ്, ഇല്ലെങ്കിൽ ഞാൻ അവളെ മുഖത്തും കൂടെ ഇട്ട് കൊടുത്തേനെ. देख कितना अच्छा कलर है इसका, है ना? കളർ तो बढ़िया है. ഭയങ്കര കൂളിംഗ് ആട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നിങ്ങളെ മുഖം എടുത്തൊരു ഫ്രീസറിൽ കൊണ്ടുവച്ച പോലെ ഉണ്ടാവും. സോ ദിസ് ഇസ് ഇതാവ ഫ്രഷ്ലി നമ്മൾ വാഷ് ചെയ്ത് ഫേസ്. യെസ്, അപ്പോൾ വാഷ് ചെയ്തു. ബൈ, സി ഫീലിംഗ് ഗുഡ്. വേറൊന്നുമില്ല, നമുക്ക് ഫേസൊക്കെ ഒന്ന് ഫ്രഷ് ആയ പോലെ തോന്നും. ഇത് വരൂലേ ബ്ലാക്ക് സ്പോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ റിമൂവ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നിധി മോയ്സ്ചറൈസർ. ഐ ലവ് ടു. വേറെ എന്ത് റീസൺ വേണം? കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളതെങ്കിൽ യു ക്യാൻ അപ്ലൈ. ഓക്കെ, ഡൺ. ഈവനിങ് ആണ് കുളിക്കൽ. ഫോണ് ചാർജില്ല, ചാർജ് ചെയ്തിട്ട് വരാം. ലൈഫ് ഓഫ് എ ടീച്ചർ, ഇറ്റ്സ് ടെറിബിൾ. ഇനിയിപ്പോൾ വേറെ എന്താ ഒന്നും ചെയ്യേണ്ട. സോ ഞാൻ റീഡ് ചെയ്യുന്നു. ദിസ് ഈസ് വൈറ്റ് നൈറ്റ്സ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് നിധി ഗിഫ്റ്റ് ചെയ്ത ഒരു ബുക്കാണ്, അലോങ് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ബ്രേസ്ലെറ്റ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം ഞാൻ മിസ് ചെയ്യുന്നത് നാട്ടിലെ എൻ്റെ വീട്ടിലുള്ള ബുക്സ് ആയിരുന്നു. ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്, ബുക്സ് നന്നായിട്ട് വായിക്കും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബുക്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. കുഴപ്പമില്ല, ലാംഗ്വേജൊക്കെ സിമ്പിളാണ്. ചെറിയൊരു ബുക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ബുക്കേ ഉള്ളൂ, ചെറിയ ബുക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ അവധി കൊടുക്കാൻ പാടില്ല. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്, എവിടുന്നാ വരുന്നതെന്നറിയില്ല, എല്ലാം കൂടെ വന്ന് ഭയങ്കര ബഹളമായിരിക്കും. മൺഡേ നാളെ കുട്ടികളുടെ അടുത്തൊരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം. എൻ്റെ സ്റ്റുഡൻസ് ഈ വ്ളോഗ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വാട്ട് ടു ഡു, അവർക്കിത് മനസ്സിലാവില്ല, കാരണം അവർ ഹിന്ദിക്കാരാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി ബിരിയാണി ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. क्या मिक्स कर रही है तू? इसको दिखा. वाव, I don't like it.